ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപം ഭഗവതാത്തേതത് അശേഷക്ലേശസംക്ഷയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിമന്യദനുകമ്പിതം. അശേഷക്ലേശസംക്ഷയം, എല്ലാ ക്ലേശങ്ങളെയും നിശ്ശേഷം നശിപ്പിക്കുന്ന ഏതത് രൂപം, ഈ രൂപം ഭഗവതാ ഭഗവാനാൽ ക്ലിഷ്ടാനാം ന ക്ലേശിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആവിഷ്കൃതം പ്രകാശിക്കപ്പെട്ടു. അന്യത് കിം അനുകമ്പിതം, അന്യമായ എന്തൊരു അനുകമ്പയാണ് കാട്ടുവാനുള്ളത്. നിഖില ദുഃഖങ്ങളും നിശേഷം നശിപ്പിക്കും ഭഗവത് രൂപമേവം ക്ലിഷ്ടരാം ഞങ്ങൾക്കായി കാട്ടിനാനവിടുന്നു മറ്റെന്തോരനുകമ്പ കാട്ടണമിതിന്മീതേ ഞങ്ങളിൽ കൃപാസിന്ധോ. ഏതാവത്തം ഹി വിഭുഭിർ ഭാവ്യം ദീനേഷു വത്സലൈ യദനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യാ ഭദ്രരന്ധന. ദീനേഷു വത്സലൈ, ദുരിതരിൽ വാത്സല്യമുള്ള വിഭുഭി പ്രഭുക്കളാൽ അഭദ്രരന്ധന അമംഗളത്തെ നശിപ്പിക്കുന്നവനെ സ്വബുദ്ധ്യ അവരുടെ ബുദ്ധി കൊണ്ട് കാലേ സമയത്തിൽ അനുസ്മര്യതേ ഓർമ്മിക്കപ്പെട്ടുവെന്നത് യത് യാതൊന്നോ ഏതാവത്വം ഇത്രമാത്രം ഭാവ്യം ചെയ്യത്തക്കത്. ദുഃഖിതഭൃത്യന്മാരിൽ വത്സലർ പ്രഭുക്കന്മാർ നിഷ്കർഷിക്കേണ്ടും മുഖ്യസംഗതി ഇതൊന്നത്രേ. അവർ വന്നാശ്രയിക്കും സന്ദർഭങ്ങളിലെല്ലാം ഇവരെന്താശ്വരെന്നോർമ്മിച്ചിടുക മാത്രം. യേനോപശാന്തിർഭൂതാനാം ക്ഷുല്ലകാനാമപീഹതാം അന്തർഹിതോന്തർഹൃദയേ കസ്മാനോ വേദനാശിഷ. യേനഭൂതാനാം യാതൊന്നിനാൽ പ്രാണികൾക്ക് ഉപശാന്തി സർവക്ലേശശമനം. ക്ഷുല്ലകാനാമപി അതിതുച്ഛങ്ങളാണെങ്കിലും ഈഹതാം ആഗ്രഹിക്കുന്നവരുടെ അന്തർഹൃദയെ ഹൃദയാന്തർഭാഗത്ത് അന്തർഹിത മറിഞ്ഞിരിക്കുന്നവൻ ന ആശിഷ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കസ്മാത് ന വേദ ഏതു കാരണത്താൽ അറിയുന്നില്ല. സമസ്ത ജന്തുക്കൾക്കും ഭവിക്കുമേതല്ലലും നിമിഷം കൊണ്ടു തീർക്കാൻ ഭവാനുണ്ടല്ലോ ശേഷി. തുച്ഛങ്ങളെന്നാകിലും പ്രാണികളുടെയെല്ലാം ഇച്ഛകളറിയുന്നു സർവാന്തസ്ഥനാം ഭവാൻ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയാതിരിക്കുവാൻ സംഗതി എന്താണെന്നു മനസ്സിലാക്കാൻ പണി. അസാവേവ വരോസ്മാകം ഈപ്സിതോ ജഗതപദേ പ്രസന്നോ ഭഗവാൻ യേഷാം അപവർഗഗുരുർഗതി. ജഗതപദേ ലോകരക്ഷക ഭഗവൻ നിന്തിരുവടി യേഷാം പ്രസന്ന യാതൊരുത്തരിൽ പ്രസന്നനോ തേഷാം അവർക്ക് അപവർഗഗുരു മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്നവനും ഗതി പ്രാപ്യസ്ഥാനഭൂതനുമാകുന്നു. അസ്മാകം ഞങ്ങൾക്ക് ഈപ്സിതവര ഇഷ്ടവരം അസൗ ഏവ ഇതുതന്നെ. എല്ലാം നിന്തിരുവടി അറിയുന്നുണ്ടെങ്കിലും ചൊല്ലണം ഞങ്ങൾ തന്നെ എങ്കിലങ്ങനെ ചെയ്യാം. ഞങ്ങളിൽ ഭവാൻ പ്രസാദിക്കണം അതുതന്നെ. ഞങ്ങളാഗ്രഹിക്കുന്ന വരമെന്തതെന്നാൽ നിന്തിരുപ്രസാദത്തെ നേടുന്നവർക്കു ഭവസന്താപമാറ്റി മോക്ഷമാർഗോപദേശം ചെയ്യും. പരമാചാര്യനും തത്പ്രാപ്യസ്ഥാനവുമായി പരിലസിക്കും പരൻ പുരുഷനല്ലോ ഭവാൻ. വരം വൃണീമഹേധാപി
നാഥ ത്വത്പരതത്പരാത് നഹ്യന്തസ്ത്വദ്വിഭൂതീനാം യോനന്ദ ഇതി ഗീയസേ. ത്വദ്വിഭൂതീനാം അങ്ങയുടെ ഐശ്വര്യങ്ങൾക്ക് അന്ത നഹി അവസാനമില്ല. യാതൊരുവൻ അനന്ത ഇതി ഗീയസേ അനന്തനെന്ന് കീർത്തിക്കപ്പെടുന്നുവോ. നാഥ പ്രഭോ പരതപരാത് പ്രഭുക്കരിൽ വെച്ച പ്രഭുവായ ത്വത് അങ്ങയിൽ നിന്ന് വരം വൃണീമഹേ ഞങ്ങൾക്ക് വരത്തെ വരിക്കുന്നു. ത്വത്പ്രസാദത്താൽ നാഥ കൃതാർത്ഥരായി ഞങ്ങളിപ്പോഴെങ്കിലും പ്രഭുപ്രകരപ്രഭുവായി അന്തമറ്റുള്ള ഭൂതി നിമിത്തം അനന്താഖ്യയേന്തുന്ന ഭവാനോടു വരവും വാങ്ങിക്കൊള്ളാം. പാരിജാതേഞ്ജസാലബ്ധേ സാരംഗോന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാത് കിം കിം വൃണീമഹി. പാരിജാതം അജ്ഞസാലബ്ധേ പ്രയാസം കൂടാതെ ലഭിക്കുവാൻ, സാരംഗം വണ്ട്, അന്യത്തെ ന സേവതേ സേവിക്കുന്നില്ല, ത്വദംഘ്രിമൂലം അങ്ങയുടെ പാദമൂലത്തെ സാക്ഷാലാസാദ്യ പ്രത്യക്ഷമായി പ്രാപിച്ചിട്ട് കിം കിം വൃണീമഹി പിന്നെ എങ്ങനെ എന്തിനെ വരിക്കുന്നു. പാരിജാതമാം തരൂ പാടെന്നേ പാട്ടിലായ സാരംഗം പിന്നെ അന്യവൃക്ഷത്തെ സേവിക്കുമോ. ത്വത്പദമൂലം നേരെ സാക്ഷാത്കരിച്ചിരിക്കും ഇപ്പരിഷകൾ വരിക്കേണ്ടതെന്തിനീയാവോ. ഓം നമോ ഭഗവതേ വാസുദേവായ.